വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. 8 നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കി. കൊടുവള്ളി, ഫറോക്ക്, മുക്കം, പാനൂർ, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ നഗരസഭകളിലെയും പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന സിയാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷപ്ന സിയാദ്, ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്? പുതിയ സെൻസസ് നിലവിലില്ലാതെ പഴയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വാർഡ് വിഭജനത്തിനുള്ള നീക്കം സെൻസസ് നിയമത്തിന്റെയും കേരള മുനിസിപ്പൽ ആക്ടിന്റെ 6(2) വകുപ്പിന്റെയും ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. നിലവിലുള്ള 2011 സെൻസസ് ആണ്. ഈ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് 2015 വാർഡ് വിഭജനം നടന്നത്. പുതിയ സെൻസസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 2019 ഡിസംബർ 31 ശേഷം വാർഡ് പുനർവിഭജനം സാധ്യമല്ല എന്നതായിരുന്നു ഹർജിക്കാരുടെ വാദം. അനുവദനീയമായ സമയപരിധിക്കകത്ത് നടപടി പൂർത്തിയാക്കാനാവില്ലെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ വാർഡുകളുടെ അതിർത്തി വിഭജന നടപടികൾ ഭരണഘടനയ്ക്കും സെൻസസ് ആക്ടിനും വിരുദ്ധമാണെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി നിയമത്തിലെ ഭേദഗതി റദ്ദാക്കണം എന്ന ആവശ്യവും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ ഉൾപ്പെടെ വിശദമായ വാദം കേട്ടാണ് കോടതി ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തത്. ഇപ്പോഴേതായാലും ഈ ഹർജി നൽകിയിട്ടുള്ള 8 മുനിസിപ്പാലിറ്റികളെയും ഒരു പഞ്ചായത്തിലെയും വാർഡ് വിഭജനമാണ് കോടതി റദ്ദാക്കിയിട്ടുള്ളത്. ഈ ഹർജിക്കാരുടെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെയും വാർഡ് വിഭജനത്തിനെതിരെ ഹർജി എത്തിയെങ്കിലും വിഭജന പ്രക്രിയ ഒഴിവാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് ഈ ഹർജി തീർപ്പാക്കുകയും ചെയ്തിരുന്നു നേരത്തെ. ശരി ഷബ്ന.